വേങ്ങൂർ ദുർഗാദേവി ക്ഷേത്രത്തിലെ പൂരമഹോത്സവത്തിന് വിശിഷ്ടമായ ചടങ്ങുകളോടെ തുടക്കമായി. തന്ത്രി ചന്ദ്രമന കൃഷ്ണൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടന്ന കൊടിയേറ്റത്തിൽ നിരവധി ഭക്തജനങ്ങൾ സാക്ഷ്യം വഹിച്ചു. മാർച്ച് 4-ാം തീയതി വരെ നീണ്ടുനിൽക്കുന്ന വിപുലമായ ആഘോഷ പരിപാടികളാണ് ക്ഷേത്രത്തിൽ ഒരുക്കിയിരിക്കുന്നത്. 108 ദുർഗാലയങ്ങളിൽ പ്രമുഖമായ വേങ്ങൂർ ശ്രീ ദുർഗാദേവി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ പൂരമഹോത്സവം മാർച്ച് 4-ാം തീയതി ബുധനാഴ്ച വരെയാണ് ആഘോഷിക്കുന്നത്. ഒരാഴ്ചക്കാലം നീണ്ടുനിൽക്കുന്ന ഉത്സവാഘോഷത്തിന് ഭക്തിസാന്ദ്രമായ ചടങ്ങുകളോടെ കൊടിയേറ്റ് നടന്നു. തന്ത്രി ചന്ദ്രമന കൃഷ്ണൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ ആയിരുന്നു തൃക്കൊടിയേറ്റ് ചടങ്ങുകൾ. കൊടിയേറ്റ് ചടങ്ങിൽ പങ്കെടുക്കുവാൻ നിരവധി ഭക്തജനങ്ങളും എത്തിച്ചേർന്നു. ദിവസേന രാവിലെയും വൈകിട്ടും നടക്കുന്ന ശ്രീഭൂതബലി, കലശം, ദീപാരാധന, വിളക്കെഴുന്നള്ളിപ്പ് കൂടാതെ ഓരോ ദിവസവും വിവിധ കലാപരിപാടികളും അരങ്ങേറും. 26-ാം തീയതി ബുധനാഴ്ച വൈകിട്ട് 7-ന് അക്ഷരശ്ലോകം, ക്ലാസിക്കൽ ഡാൻസ്, മധുരഗീതങ്ങൾ എന്നിവയാണ് ഉണ്ടാവുക. 27-ാം തീയതി വൈകിട്ട് 7 മണിക്ക് സോപാന സംഗീതരത്നം അമ്പലപ്പുഴ വിജയകുമാർ അവതരിപ്പിക്കുന്ന സോപാന സംഗീതാർച്ചന, തുടർന്ന് തിരുവാതിരകളി. 28-ാം തീയതി വൈകിട്ട് 7-ന് മോഹിനിയാട്ടം, കൈകൊട്ടിക്കളി, തുടർന്ന് സേവാഭാരതി മൂവാറ്റുപുഴ അവതരിപ്പിക്കുന്ന മഹാദേവം നാമസങ്കീർത്തന ഭാരതി എന്നിവയും അരങ്ങേറും. മാർച്ച് 1-ന് രാവിലെ ദേവി മാഹാത്മ്യ പാരായണം, ആയില്യം പൂജ, വൈകിട്ട് 6 മണിക്ക് ദീപക്കാഴ്ചയോടുകൂടിയ ദീപാരാധന, 7 മണി മുതൽ ഊരമന രാജേന്ദ്രന്മാരാരുടെ ശിഷ്യഗണങ്ങൾ അവതരിപ്പിക്കുന്ന സോപാന സംഗീതം, തുടർന്ന് കൈകൊട്ടിക്കളി, തിരുവാതിരകളി എന്നിവയാണ് പ്രധാന പരിപാടികൾ. മാർച്ച് 2-ാം തീയതി രാവിലെ 11:30-നാണ് ഏറ്റവും പ്രധാനമായ ഉത്സവബലി ദർശനം. ഇതിന്റെ ഭാഗമായി ചരിത്രപ്രസിദ്ധമായ മകംതൊഴൽ, വലിയ കാണിക്ക ചടങ്ങുകളും നടക്കും. വേങ്ങൂർ ദുർഗാദേവി ക്ഷേത്രത്തിലെ മകംതൊഴൽ അതീവ വിശേഷമുള്ളതെന്ന് തന്ത്രി ചന്ദ്രമന കൃഷ്ണൻ നമ്പൂതിരി വ്യക്തമാക്കി. ഉത്സവബലിയുടെ അന്ന് 2 മണിക്ക് മകംതൊഴിൽ ഒരു വിശേഷമായ ചടങ്ങ് ഇവിടെ നടക്കുന്നുണ്ട്. ആ ചടങ്ങില് എല്ലാ ഭക്തജനങ്ങൾക്കും പങ്കെടുക്കണം. കൂടാതെ മറ്റുള്ള വിശേഷങ്ങളിലും രാവിലെ നിത്യവും ആറാട്ടുള്ള ഒരു ക്ഷേത്രമാണിത്. വലിയ ആറാട്ട് വരെ അതിലൊക്കെ പങ്കെടുക്കുന്നത് ഭാഗ്യമാണ്. ഉത്സവത്തിന്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. മാർച്ച് 3-ാം തീയതിയാണ് വേങ്ങൂർ പൂരം. രാവിലെ 10 മണി മുതൽ 12 മണി വരെ ശ്രീബലി എഴുന്നള്ളിപ്പ് നടക്കും. ഗജരാജരത്നം കുന്നുമ്മൽ പരശുരാമൻ ഭഗവതിയുടെ തിടമ്പേറ്റും. ഉച്ചയ്ക്ക് 12:30-ന് പൂരസദ്യ, വൈകിട്ട് 7:15-ന് ശ്രീദുർഗ വിദ്യാനിധി സമർപ്പണം, 7:30-ന് വിശേഷാൽ ദീപാരാധന, രാത്രി 8:30-ന് വലിയ വിളക്ക് എഴുന്നള്ളിപ്പ് എന്നിവയും ഉണ്ടാകും. 4-ാം തീയതി ബുധനാഴ്ച വൈകിട്ട് 7 മണിക്കാണ് ആറാട്ട് എഴുന്നള്ളിപ്പ്. തുടർന്ന് ആറാട്ട്, കൊടിയിറക്കൽ, 25 കലശാഭിഷേകം, ആറാട്ട് സദ്യ എന്നിവയോടുകൂടി ഈ വർഷത്തെ തിരുവുത്സവാഘോഷങ്ങൾക്ക് സമാപനം കുറിക്കും. ക്ഷേത്രം പ്രസിഡന്റ് PN ഉദയകുമാർ, സെക്രട്ടറി MR സുരേന്ദ്രൻ, രക്ഷാധികാരി PN മണി, സഹരക്ഷാധികാരി NG ഗോപാലകൃഷ്ണൻ, കൺവീനർ VN ഹരിദാസ് തുടങ്ങിയവർ തിരുവുത്സവാഘോഷ പരിപാടികൾക്ക് നേതൃത്വം വഹിക്കും. ഈ പൂരദിനങ്ങളിലെ ഏറ്റവും വിശിഷ്ടമായ ദിവസമാണ് മാർച്ച് 2-ാം തീയതി മകം ദിനത്തിൽ ഇവിടെ മകംതൊഴൽ ദർശനം ഉണ്ടായിരിക്കുന്നതാണ്. അതിനായി ഈ നാട്ടിലെ എല്ലാ ഭക്തജനങ്ങളെയും സ്നേഹപൂർവ്വം ക്ഷേത്രാങ്കണത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ന്യൂസ് ബ്യൂറോ, പെരുമ്പാവൂർ. രുചിയോടൊപ്പം ഹൃദയങ്ങൾ ഒന്നാകുന്ന റംസാൻ ദിനങ്ങൾ. ദ സോൾട്ട് റെസ്റ്റോറന്റ്, പനപ്പള്ളി നഗർ, കാക്കനാട് ആൻഡ് തോപ്പുംപടി.